എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഓവർനൈറ്റ് ഒന്നും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണ്ട. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ നെയ്യപ്പവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അധികം താമസിയാതെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 250 മില്ലിയുടെ 1 കപ്പാണ്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര ഒന്ന് ഉരുകി വന്നാൽ മതി, ഒരു നൂൽപ്പരവൊന്നും ആകരുത്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ഈ അരിച്ച് എടുക്കുന്ന ശർക്കര പാനി നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷമാണ് നമ്മളിത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരി എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് പച്ചരിയാണ് വേണ്ടത്. പച്ചരി എന്ന് പറയുമ്പോൾ ഇഡ്ഡലി അരിയും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയാണ്. ഈ പച്ചരി നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് പച്ചരി കുതിർക്കാനായിട്ട് വെക്കേണ്ടത്. മുഴുവൻ അരിയും നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 5 ഏലക്കായ ചേർക്കുന്നുണ്ട്. ഇനി നെയ്യപ്പം നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഏത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇത് ചേർക്കുന്നത് നിങ്ങൾ മിസ് ചെയ്യരുത്. ഇത് ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ നെയ്യപ്പം കിട്ടും. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/8 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് ഉപ്പാണ്, ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് തണുത്തിരിക്കുന്ന ആ ശർക്കര പാനിയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ചെറിയ തരിതരിപ്പോടുകൂടി വേണം അരച്ചെടുക്കാനായിട്ട്. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരയ്ക്കരുത്. അപ്പോൾ നമ്മൾ നെയ്യപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിതരിപ്പിലാണ് നമ്മളിത് അരച്ച് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. നമ്മളിവിടെ 2 നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളിനി ഈ മാവ് ഓവർനൈറ്റാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. സോഡ ചേർക്കുമ്പോൾ കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടിപ്പോകാന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്യപ്പം ശരിയായിട്ട് കിട്ടില്ല. സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് എയർ ഒട്ടും കടക്കാതെ ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 4 മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ വൈകിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ഈ മാവ് അരച്ച് വെച്ചാൽ മതി. 4 മണിക്കൂറിന് ശേഷം നമുക്കിത് നോക്കാം. അതിന് മുൻപായിട്ട് 4 മണിക്കൂറിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യിൽ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കറുത്ത എള്ളും കൂടെ വറുത്ത് ചേർക്കണം. 2 ടീസ്പൂൺ നെയ്യ് ചൂടായി വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ വളരെ കനം കുറച്ച് അരിഞ്ഞ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കറുത്ത എള്ളും കൂടെ വറുത്ത് ചേർക്കുമ്പോഴാണ് നെയ്യപ്പത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. തേങ്ങാക്കൊത്ത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നെയ്യപ്പത്തിൽ നന്നായിട്ട് വറുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ചൂടോടുകൂടി തന്നെ മാവിലേക്ക് ഒഴിക്കരുത്. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം നമ്മൾ മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കറുത്ത എള്ളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ മാവ് കുറച്ചൊന്ന് കട്ടിയാകും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ലൂസാക്കിയിട്ടാണ് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവാണ്. എന്നാൽ ഒരുപാട് ലൂസാകാനും പാടില്ല. അപ്പോൾ ഇത് കുറച്ച് കട്ടിയിൽ ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. ഓരോ പച്ചരിയും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മളിപ്പം ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒഴുകുന്നൊരു പരുവത്തിലാണ് മാവ് ഇരിക്കേണ്ടത്. ഇനി ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ അല്ലാതെങ്കിൽ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പം നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ തന്നെ ഇത് തനിയെ പൊങ്ങി വരും. അപ്പം നമ്മൾ സോഡാപ്പൊടിയൊക്കെ കറക്റ്റ് ചേർത്തിരിക്കുന്ന കാരണം ഇത് വിണ്ടൊന്നും കീറിയിട്ടില്ല. ഇനി നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക.
അപ്പം ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കരുത്, അത് പൊട്ടിയിട്ട് മാവ് വെളിയിലേക്ക് വരും. അതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ 2 സൈഡും ഒരു ബ്രൗൺ നിറമാകുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം വേവില്ല. നമ്മൾ നെയ്യപ്പം വറുത്ത് കോരിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ നെയ്യപ്പവും വറുത്ത് കോരുക. ഈ അളവിൽ നമ്മൾ 8 നെയ്യപ്പമാണ് വറുത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ അരി അതുപോലെ തന്നെ ശർക്കര കൂട്ടിക്കൊടുത്താൽ മതി. വളരെ സോഫ്റ്റായിട്ടുള്ള, പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള, പാകത്തിന് മധുരമൊക്കെയുള്ള നല്ല രുചികരമായിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളിന്ന് കണ്ടത്. ഇതുവരെ നെയ്യപ്പം ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന റെസിപ്പീസിൻ്റെ ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയച്ചു തരിക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്